അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫാ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ വൽ ആതിയ എന്നാണ്. കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ വർഷത്തിൻ്റെ ദോഷത്തിനെ പൊറുപ്പിക്കുമെന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തിൻ്റെയും ദോഷത്തിനെ പൊറുപ്പിക്കുമെന്നാണ്. അതിനനുബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത് അതൊരു സന്തോഷ വാർത്ത കൂടിയാണ്. വരാനിരിക്കുന്ന വർഷത്തിൽ ദോഷം പൊറുപ്പിക്കണമെങ്കിൽ ആ വർഷത്തിൽ അവൻ ജീവിച്ചിരിക്കണമല്ലോ. അവനക്ക് ദീർഘായുസ് ലഭിക്കുമെന്നതിൻ്റെ ഒരു സന്തോഷ വാർത്ത കൂടി അതിലൂടെ ഉണ്ട് എന്ന് മഹാന്മാർ അത് വിശദീകരിക്കുന്നു. അറഫാ ദിവസം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന 5 ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു ദിവസമാണ് അറഫയുടെ ദിവസം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫാ ദിവസത്തിൻ്റെ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം മുതൽ അയ്യാമു തശ്രീഖ് ദുൽഹിജ്ജ 13 അസറിൻ്റെ ശേഷം വരെ എല്ലാ നിസ്കാരത്തിൻ്റെ ഉടനെ തക്ബീർ സുന്നത്തുണ്ട് എന്ന് നാം ഓർക്കണം. എല്ലാ നിസ്കാരം വലു ജനാസ മയ്യിത്ത് നിസ്കാരമാണെങ്കിലും ശരി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തക്ബീറിൻ്റെ നാളുകളാണ് ഇനി നാളെ മുതൽ. ഇൻഷാ അല്ലാഹു തആല നമുക്ക് ഹജ്ജും ഉംറ ചെയ്യുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അറഫാ ദിവസങ്ങളിൽ നാം അല്ലാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമായി മഹാന്മാർ പരിചയപ്പെടുത്തിയ ഒരു ദിവസമാണ്. അല്ലാഹു തആല ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹു തആല അതിൻ്റെ രാത്രിയും പകൽ നോമ്പുടിച്ചുകൊണ്ട് നാം ധന്യമാക്കാനും ആരാധനകളെ കൊണ്ടും ഖുർആൻ ഓത്തുകൊണ്ടും ദിക്റ് കൊണ്ടും ദുആ കൊണ്ടും ധന്യമാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇനി വരും വർഷങ്ങളിൽ ഹജ്ജ് ഉംറ ചെയ്യുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോയ നമ്മുടെ കുടുംബത്തിലെ ഹാജിമാർക്കെല്ലാം അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും മർദിയായ സിയാറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി